വെൽക്കം ടു എം എസ് സൊല്യൂഷൻസ്. മക്കളെ, നിങ്ങളുടെ സ്വന്തം വർഷാമിസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വർഷത്തെ 2026-27 അധ്യയന വർഷത്തിലെ കലണ്ടർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് അടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കലണ്ടർ ജസ്റ്റ് ഒന്ന് നോക്കാം. ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ഇന്നലെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാനമായിട്ട് നിങ്ങൾ ജൂൺ മാസത്തിൽ ഏതായിരിക്കും ലീവ് എന്നായിരിക്കും നിങ്ങൾ നോക്കുന്നുണ്ടാവുക. നമുക്ക് 25-ാം തീയതി മുഹറം വരുന്നുണ്ട്. അന്നാണ് നിങ്ങൾക്ക് ഇനി ലീവ് വരുന്നത് ഈ മാസം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് 27-ാം തീയതി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വർഷം നിങ്ങൾക്ക് ഹൈസ്കൂളും UP-ക്കൊക്കെ ചില ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമായിരിക്കും. ഹൈസ്കൂളുകാർക്ക് 7 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് വർക്കിംഗ് ഡേ വരുന്നത് ആ ആഴ്ചയിലുള്ള ശനിയാഴ്ച. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലീവ് കിട്ടിയതുകൊണ്ട് വലിയ കാര്യമില്ല. നിങ്ങൾക്ക് 27-ാം തീയതി സാറ്റർഡേ ജൂൺ 27-ന് നിങ്ങൾക്ക് UP-ക്കാർക്കും ഹൈസ്കൂളുകാർക്കും പ്രവൃത്തി ദിനമായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റിൽ നിങ്ങൾക്ക് എന്നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയോ. ഓഗസ്റ്റ് 13-ാം തീയതി 1ാം പാദ വാർഷിക പരീക്ഷ ആയിരുന്നു. ഫസ്റ്റ് ടേം എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 13-നാണ്. എന്ന് വരെ 21-ാം തീയതി നിങ്ങൾക്ക് അടയ്ക്കും. ഓക്കെ, 13 തൊട്ട് 21 വരെയാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ കലണ്ടറൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ജൂൺ തുടങ്ങി. ഇനി നിങ്ങൾക്ക് മഴയുടെ ലീവും കാര്യങ്ങളൊക്കെ ഓരോ ജില്ലാ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര മഴയാണെങ്കിൽ നിങ്ങളുടെ സുരക്ഷയൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ലീവൊക്കെ നിങ്ങൾക്ക് കളക്ടർ പ്രഖ്യാപിക്കും. അപ്പോൾ നമ്മൾ അത്രത്തോളം ക്ലാസ്സുകൾ നമുക്ക് മിസ്സാവാൻ പോവുകയാണ്. എന്തൊക്കെ ക്ലാസ്സുകൾ മിസ്സായാലും ടോപ്പിക്ക് ടീച്ചേഴ്സ് എന്ത് ചെയ്യും, അവസാന സമയത്തേക്ക് എല്ലാം കവർ ചെയ്ത് പെട്ടെന്ന് സ്പീഡിൽ പോകും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സാമിനെ തന്നെയാണ് അത് ബാധിക്കുക. കൃത്യസമയത്ത് തന്നെ പരീക്ഷ നടക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം, ഇനി അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമാണ്. ഇപ്പോൾ ഓൾറെഡി റിസൾട്ടുകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല. നല്ല രീതിക്ക് പഠിച്ച് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ ഓഗസ്റ്റ് 13 എന്നുള്ള ആ ഒരു ഡേറ്റ് നിങ്ങളുടെ മനസ്സിൽ വേണം. നമ്മുടെ ഫസ്റ്റ് എക്സാമാണ്. SSLCയിലേക്ക് നിങ്ങൾ കാല് കുത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ പരീക്ഷ. നിങ്ങൾ ഇത്ര നാളും എഴുതിയ പരീക്ഷകൾ പോലെയല്ല, നിങ്ങൾ ആദ്യമായിട്ട് ജീവിതത്തിൽ എഴുതാൻ പോകുന്ന ഒരു പബ്ലിക് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ SSLC എക്സാമാണ്. അപ്പം അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വർഷത്തിലേക്കാണ് നിങ്ങൾ കടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഓണ പരീക്ഷയ്ക്ക് തന്നെ നിങ്ങൾ അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് തന്നെ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ സ്കൂളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. പക്ഷെ കൃത്യമായിട്ട് ഡെയിലി ബേസിസിൽ പഠിച്ച് തന്നെ പോകണം മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചസ് ഉണ്ട്. നമ്മുടെ RMS ബേസ് ബാച്ചും അതേപോലെ നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ട് നമ്മുടെ മെയിൻ ബാച്ചും. ഈ മെയിൻ ബാച്ചിലൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഉണ്ട്. ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സും ലെവൽ 1, ലെവൽ 2, ലെവൽ 3 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അങ്ങനെ പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഇവിടെ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഏറ്റവും ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക പ്രിഫർ ചെയ്യാന്ന് പറയുന്ന ഒരു ബാച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ സ്വന്തം RMSന്റെ പ്രീമിയം ബാച്ചാണ്. ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ വീക്കായിട്ടുള്ള സബ്ജക്ട്സും ഇപ്പോൾ ഹൈസ്കൂളിലൊക്കെ തന്നെ നിങ്ങൾ 8ലും അല്ലെങ്കിൽ പോട്ടെ 6, 7, 8ലൊക്കെ നിങ്ങൾക്ക് ബേസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് എവിടെയെങ്കിലൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പണി കിട്ടാൻ പോകുന്നത് 10ാം ക്ലാസ്സിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബേസിക്സ് ഒക്കെ സെറ്റാക്കാനും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഏതെങ്കിലും ഒരു ഏരിയ വീക്കാണെങ്കിൽ അതൊക്കെ കറക്റ്റാക്കി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ നല്ലൊരു മാർക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു RMS പ്രീമിയം ബാച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കൃത്യമായിട്ട് നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും, ഗൈഡൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പരീക്ഷകൾ നടത്തും. നിങ്ങൾക്കിപ്പോൾ സബ്ജക്റ്റ് മാർക്ക് കുറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ട കോഴ്സ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള പരീക്ഷകളൊക്കെ നടത്തി നിങ്ങൾ എത്രത്തോളം മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യും. അപ്പോൾ ഈ ഒരു ബാച്ചിലൂടെ പിന്നെ മറ്റു ബാച്ചുകളിലൊക്കെ ഉള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. പല വെറൈറ്റി ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സും എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇനി ഒട്ടും സമയം കളയേണ്ട മക്കളെ, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് അപ്പോൾ മിസ് നേരത്തെ പറഞ്ഞ പോലെ 13ാം തീയതി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കൃത്യമായിട്ട് ആ ഒരു ഡേറ്റ് നമ്മുടെ മനസ്സിൽ വേണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് എന്ത് ചെയ്യുക, പഠിച്ചോളിക്കോളൂ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളാം.